മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില പരിഷ്കാര നടപടികൾ അത് ബി.ജെ.പിയെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ബി.ജെ.പിയെ അനുസരിക്കുന്ന രീതിയിലേക്ക് അവർ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ അത് ഏത് രീതിയിലും രാജ്യത്ത് നടപ്പാക്കാനാണ് ജ്ഞാനേഷ് കുമാറിനെ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിച്ചത്. അതിനുവേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാഹുൽ ഗാന്ധിയുടെ എതിർപ്പിനെ എത്രത്തോളം മറികടക്കേണ്ടി വന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി പിന്നീടും ആ എതിർപ്പുമായി മുന്നോട്ട് പോയപ്പോൾ അതിനെ എങ്ങനെയൊക്കെയാണ് തടയാൻ ശ്രമിച്ചത്? ഈ രാജ്യത്ത് രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭയിലെ 79 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ അവ്യക്തതയും അത് കൃത്യമായി തന്നെ ആരോപിക്കപ്പെടുമ്പോൾ എല്ലാ തരത്തിലും ഒരു വാളായി ബി.ജെ.പിയുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ജ്ഞാനേഷ് കുമാറിന്റെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട വിവാദം നിലനിൽക്കുന്നത്. അതായത് നിയമിക്കുന്ന പാനൽ അംഗങ്ങളിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഇല്ല എന്നുള്ളത് രാഹുൽ ഗാന്ധിയെ ഏറെ ചൊടിപ്പിച്ച ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇതേ ജ്ഞാനേഷ് കുമാർ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട ബി.ജെ.പിക്കെതിരെയുള്ള വ്യാപക പരാതി പ്രതിപക്ഷത്തിന്റേത് സ്വീകരിച്ചുകൊണ്ട് തന്നെ വോട്ടർ ഐ ഡി കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ ഓരോ പൗരനും ഒരു വോട്ടാണ് ഉള്ളത്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും അവർക്ക് വോട്ടവകാശമുള്ളതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട തിരിച്ചറിയൽ രേഖ ഏതെങ്കിലും ഒന്നാണ് പോളിംഗ് ബൂത്തിൽ സാധാരണയായി കൊണ്ടുവരുന്നത്. പാൻ കാർഡായിരുന്നാലും ആധാർ കാർഡായിരുന്നാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ള തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് സാധാരണഗതിയിൽ സമർപ്പിച്ചാൽ മതിയാകും. എന്നാൽ ഇനി അങ്ങനെയല്ല. തീർച്ചയായും വോട്ടർ ഐ ഡി, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുന്ന ഏത് നിയോജക മണ്ഡലത്തിലെ വോട്ടറാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വോട്ടർ ഐ ഡി ഹാജരാക്കുന്ന തരത്തിലേക്ക് ബി.ജെ.പിയുടെ എല്ലാ കള്ളക്കളികളും അവസാനിപ്പിക്കാനാണ് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നത്. ഇതൊരു പക്ഷേ പ്രതിപക്ഷത്തിന്റെ കൂടി കയ്യടി നേടിയെടുക്കാനും തന്റെ നിയമനം തെറ്റായ രീതിയിലല്ല എന്ന് വരുത്തി തീർക്കാനും ജ്ഞാനേഷ് കുമാർ നടത്തുന്ന പെടാപ്പാടായിരിക്കാനാണ് സാധ്യത. ഇത് പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ പ്രഥമദൃഷ്ട്യാ ഈ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ മഹാരാഷ്ട്രയിൽ കള്ളവോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് പ്രതിപക്ഷാംഗങ്ങൾ മാത്രം പറഞ്ഞതല്ല, നിരവധിയായിട്ടുള്ള ചെറുതും വലുതുമായി അവിടെ മത്സരിച്ച പാർട്ടികൾ പറഞ്ഞതാണ്. അതിലൊന്ന് താൻ വോട്ടറായിരിക്കുന്ന നിയോജക മണ്ഡലത്തിൽ തന്റെ ബൂത്തിൽ നടന്ന ക്രമക്കേടിനെ കുറിച്ച് രാജ് താക്കറെ പറഞ്ഞു. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ബി.ജെ.പിയാണ് നടത്തുന്നത് എന്നുള്ള ആരോപണം കോൺഗ്രസ് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് ഉന്നയിക്കുമ്പോൾ ഈ ഒരു വോട്ടർ ഐ ഡി കാർഡും ആധാർ കാർഡും തമ്മിലുള്ള ബന്ധിപ്പിക്കലിന്റെ ഈ ഒരു രീതി അത് ബി.ജെ.പിക്ക് തലവേദനയാകുമെന്നുള്ളത് ഉറപ്പാണ്.